നട്ടുച്ചയായി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അപ്പന് കാച്ചിലും ചേമ്പും പറിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം വന്നേ. പിന്നെ ഒന്നും നോക്കിയില്ല, തൂമ്പയെടുത്ത് ഞങ്ങളെയും കൂട്ടിയിട്ട് പോയേക്കാണ്. കാച്ചിലിൻ്റെ കട എവിടെയാണ് കൊത്തണ്ടേന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പപ്പ അതനുസരിച്ച് കഴിഞ്ഞിട്ട് തൂമ്പയെടുത്ത് കിളക്കിയാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ കാച്ചിൽ കണ്ടു കേട്ടോ. നമ്മൾ കുഞ്ഞു കുഞ്ഞു വിത്തുകളാണ് ഇട്ടത്, അതുകൊണ്ട് വലിയ വലിപ്പമൊന്നും വയ്ക്കത്തില്ലെന്ന് നമുക്ക് തന്നെ അറിയായിരുന്നു. എന്നാലും ഒരു സംതൃപ്തിയല്ലേ എന്തോരം ഉണ്ട് എന്നറിഞ്ഞു കഴിയുമ്പോൾ. ഓരോരുത്തരെയായിട്ട് മണ്ണിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴും എലിയൊന്നും കടിച്ചിട്ടുണ്ടാവല്ലേ എന്നൊരു പ്രാർത്ഥനയായിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇവിടെ മുഴുവൻ എലി ശല്യമാണെന്നേ. ഇതിൻ്റെ ഇടയ്ക്ക് ചേമ്പ് വലിച്ചു പറിക്കണം കണ്ടുകൊണ്ട് അപ്പൻ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. പിന്നെ മാറി നിൽക്കുന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ചോടൊക്കെ കിളച്ച് രണ്ടുപേരും കൂടെ അത് വലിച്ചു പറിച്ചെടുത്തേ. അതിനകത്ത് നിന്ന് അത്യാവശ്യം നമുക്ക് കായ കിട്ടിയിട്ടോ. കായയല്ല, ചേമ്പ്. അതൊക്കെ പറക്കി നമ്മൾ ഒരു ചെടിച്ചട്ടിയിലാണ് വരുന്നത്. കൊട്ടയിൽ മണ്ണാവെന്നും പറഞ്ഞുകൊണ്ടാണ് ചെടിച്ചട്ടി എടുക്കുന്നത്. അതാകുമ്പോൾ ഒതുങ്ങിയിരുന്നോളൂല്ലോ. ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ നമ്മുടെ. അപ്പനും അമ്മയാണ് എല്ലാം നട്ടു വെച്ചേക്കണത്, അവർ തന്നെയാണ് ഇത് പറിക്കണതും. അതിൻ്റെ ഒരു സന്തോഷം അവർക്ക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനും ഉണ്ട്, അത് നിങ്ങൾ മറന്നു പോകരുതേ. ഇതൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അപ്പൻ്റെ തലയിൽ ഈ സാധനം വീണിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ നോക്കിയാണ് പടവിക്കൂടെ. ഇത് കണ്ട് എലി കടിച്ചൊരു കാച്ചിൽ കിട്ടിയേക്കണത്. ഇതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം പറിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ വിത്തിന് പോലും ഒരു സാധനം നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് പപ്പ അടുത്ത സ്ഥലത്തേക്ക് പോയേക്കാണ്. ഓരോന്ന് പറിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒടിച്ചെടുക്കാൻ പറയും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മ ഹൈറേഞ്ച് ജോലി ആയതുകൊണ്ട് ചേനയും ചേമ്പും കപ്പയൊക്കെ എന്തെങ്കിലുമൊക്കെ അമ്മ നട്ടു വെച്ചിട്ടുണ്ടാവേ. അത് പറിച്ചെടുക്കണതും പുഴുക്കുണ്ടാക്കണതും പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരേ ഒരു കുഴപ്പമുള്ളൂ, ചേമ്പും മധുരക്കിഴങ്ങും ഒക്കെ ഉണ്ടല്ലോ അമ്മയ്ക്ക് മണ്ണിൻ്റെ അടിയിൽ നിന്ന് പറിച്ചെടുക്കാൻ അറിയത്തില്ല. തൂമ്പയും കൊണ്ട് കൊത്തുവാണെങ്കിൽ എങ്ങനെയാണെങ്കിലും കിഴങ്ങ് പറഞ്ഞു പോവേ. ചേമ്പൊക്കെ പറിക്കുകയാണെങ്കിൽ അതിൻ്റെ കട ആദ്യം പറിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ കടയുടെ കൂട്ടത്തിൽ കിട്ടൂലേ, അത് മാത്രം ഒടിച്ചെടുക്കൂ കേട്ടോ. ഇങ്ങനെ മണ്ണിൻ്റെ അടിയിലുള്ളത് അമ്മ എടുക്കത്തില്ലെന്നേ. അമ്മയ്ക്ക് അറിയത്തില്ല, മണ്ണിൻ്റെ അടിയിൽ ഇനി ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് പോരും. കുഴിച്ചെടുക്കാൻ എടുക്കാൻ അപ്പനാണ്. അതുകൊണ്ടാണ് കേട്ടോ പപ്പേനെയും കൊണ്ട് പറപ്പിക്കണത്. മധുരക്കിഴങ്ങാണെങ്കിൽ അമ്മയ്ക്ക് ഒട്ടും അറിയത്തില്ല പറിക്കാനായിട്ട്. എനിക്കും അറിയത്തില്ല കേട്ടോ. മമ്മിയും പപ്പയും പോവുകയാണെങ്കിൽ പപ്പയ്ക്ക് കിട്ടും മധുരക്കിഴങ്ങൊക്കെ. മമ്മി പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഇലയും കൊണ്ട് വരും കേട്ടോ. ആ ഒരു ദേഷ്യത്തിൽ അമ്മ മധുരക്കിഴങ്ങ് കുറേ നാളത്തേക്ക് നടത്തില്ലായിരുന്നേ. പിന്നെ കുറച്ച് കപ്പയും കൂടെ പറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പരിപാടി ഇന്നത്തെ നിർത്തിയേ. അമ്മയാണെങ്കിൽ ഇതൊക്കെ കിട്ടിയത് തരം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.